മൈ ചാനൽ സ്റ്റൈൽ വിത്ത് സോണി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസിനെ ഇൻസ്റ്റന്റ് ആയിട്ട് വൈറ്റനിങ് ചെയ്യിക്കാനും അല്ലെങ്കിൽ ബ്രൈറ്റൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഫേഷ്യൽ ചെയ്യുക എന്നുള്ളത്. അതിലെ ബെസ്റ്റ് ഒരു ഫേഷ്യലാണ് ബീട്രൂട്ട്. നമ്മുടെ വീട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു വെജിറ്റബിൾ ആണല്ലോ ബീട്രൂട്ട്. അപ്പൊ ബീട്രൂട്ട് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് 2 സ്റ്റെപ്പ് ഫേഷ്യലാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. എനിക്ക് നന്നായിട്ട് വർക്ക് ആയിട്ടുള്ള ഒരു ഫേഷ്യലാണിത്. അപ്പൊ എന്തെങ്കിലും ഒക്കേഷനൊക്കെ വരുവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന രണ്ട് ഫേഷ്യലാണ്. ഒന്ന് കോഫി ഫേഷ്യൽ മാസ്കും, ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ ഐക്കാർഡിൽ വന്നിട്ടുണ്ടായിരിക്കും, നിങ്ങൾ അത് കണ്ടു നോക്കുക. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് ഫേഷ്യൽ. ഈ രണ്ട് ഫേഷ്യലും എനിക്ക് എഫക്റ്റീവ് ആവുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ സ്കിൻ ടോൺ ഭയങ്കര ഡാർക്ക് ആണെങ്കിൽ, ഡസ്കി സ്കിൻ ടോണുകാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിൻ ടോണിൽ ലൈറ്റും ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ വീഡിയോ കണക്കുന്ന മുമ്പ് നിങ്ങൾ ആരെങ്കിലും പിന്നെ പുതുതായിട്ടാണ് കാണുന്നതിൽ നമസ്കാരം. എന്റെ പേര് സോണി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരും, അതും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിസ്സാവാതെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു 2 സ്റ്റെപ്പ് ഫേഷ്യലാണ്. ആദ്യം തന്നെ നമുക്ക് സ്ക്രബിംഗ് ആണ് ചെയ്യേണ്ടത്. സ്ക്രബിംഗ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരു ക്ലീൻ ബൗളാണ്. അതിലേക്ക് നമ്മൾ നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ തന്നെ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഷുഗർ മെൽട്ടായി തുടങ്ങും. ഒരുപാട് അങ്ങോട്ട് മെൽറ്റായി പോകണ്ട, എന്നാൽ നല്ല തരിതരിപ്പോടുകൂടി തന്നെ ഇരിക്കുകയും ചെയ്യരുത്. കാരണം നമ്മൾ ഫേസിന് സ്ക്രബ് ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് അരവുണ്ടല്ലോ ഷുഗറിന്, ആ ഒരു അരവും കൊണ്ട് നമ്മുടെ ഫേസ് കീറാൻ പാടില്ല. അതുകൊണ്ട് കുറച്ചങ്ങോട്ട് മെൽറ്റായി പോകും വേണം, എന്നാൽ കംപ്ലീറ്റ്ലി മെൽറ്റാകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരുപാടിട്ട് ഉരയ്ക്കാനും പാടില്ല, അത് ചെയ്താലും മുഖം കീറും കേട്ടോ. അപ്പോൾ ഒരുപാട് ചെയ്യാണ്ട് നമ്മൾ നൈസായിട്ടേ നമ്മൾ ചെയ്യാവുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കലാണ്. ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ നമ്മുടെ കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ഈ രണ്ടും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കാം. വെള്ളം ഉപയോഗിച്ച് അരയ്ക്കാം, അല്ലെങ്കിൽ പാൽ ഉപയോഗിച്ച് അരയ്ക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്താൽ മതി. കുറച്ച് പാൽ ഉപയോഗിച്ച് കുറച്ചുകൂടെ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടാണ് വെക്കേണ്ടത്. ഇതിപ്പോൾ ഇത്തിരി തിക്കാണ്, നമുക്ക് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത്. ഫേഷ്യലിന് വേണ്ട 2 സ്റ്റെപ്പ് സാധനങ്ങൾ ഇത് രണ്ടുമാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫേഷ്യലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫുൾ എൻ്റെ ഫേസിന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മെൽറ്റ് ആയതുകൊണ്ടാണ് ഇത് ഞാനിങ്ങനെ ഹാർഷായിട്ട് സ്ക്രബ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മെൽട്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഒന്ന് സ്ലോലി ആയിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഇപ്പം നമുക്ക് മൂക്കിൽ കാരയൊക്കെ ഉള്ളവരാണ്, അല്ലെങ്കിൽ നമ്മുടെ കവിളിൻ്റെ മുകളിൽ വെള്ള കളറിലെ തരിതരിപ്പ്, അതായത് വൈറ്റ് ഹേർട്സ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ആ ഏരിയയിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിക്ക് യൂഷ്വലി എൻ്റെ മൂക്കിൻ്റെ ആ ഒരു ഏരിയയിൽ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഉള്ളതാണ്. അപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവർ നമ്മളൊരു വീക്ക്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് എൻ്റെ ഫേസിനെ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞ് വന്ന് ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ തോന്നുന്നു നന്നായിട്ട് എൻ്റെ ഫേസ് നന്നായിട്ട് തന്നെ ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഇപ്പം ഞാൻ ഇത്തിരി പാലും കൂടെ ഒഴിച്ചതൊന്നും കൂടെ ലൂസ് ആക്കിയായിരുന്നു കേട്ടോ. അത് നമുക്ക് കുറച്ചുകൂടെ പാൽ ഒഴിക്കേണ്ടതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് എങ്ങനെയാണോ നിങ്ങൾക്ക് അങ്ങനെ നമുക്ക് ഫുൾ പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കുറച്ച് പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു എന്താ പറയുക പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫുൾ ഫേസിൽ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിട്ട് അരച്ച് പേസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇത് പക്ഷേ ഇത്തിരി തരിതരിപ്പോട് കൂടി തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ലാസ്റ്റ് നമ്മുടെ പാക്കിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് സ്ക്രബ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അത് എഫക്റ്റീവായിട്ട് നമുക്ക് നിൽക്കും. ഞാൻ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡാർക്ക് നെക്കൊക്കെ ഉള്ളവരാണെങ്കിൽ അവരും കൂടി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ പാക്ക് 20 മിനിറ്റ്സ് പാക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. 25 മിനിറ്റ്സ് ഒക്കെ നമുക്ക് വെക്കാം. അപ്പോൾ 20 മിനിറ്റ്സേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഇതേ നോക്കി. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലഷിങ് എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഫേസിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യിക്കാനും ലൈറ്റൻ ചെയ്യിക്കാനും ഒരു പിങ്കിഷ് ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള
ഒരു ഫേഷ്യലാണ് ഇന്ന് നമ്മൾ കണ്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്ത് ഫാമിലിയുടെ അടുത്ത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.